ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മഞ്ഞൾ കൃഷിയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അധികം പരിചരണമൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് മഞ്ഞൾ. മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മഞ്ഞൾ നട്ടുപിടിപ്പിക്കുക. ഈ വീഡിയോയിൽ മണ്ണിലും ഗ്രോ ബാഗിലും മഞ്ഞൾ നടുന്നത് കാണിക്കുന്നുണ്ട്. വെയിലുള്ള ഭാഗത്തും തണലുള്ള ഭാഗത്തും മരങ്ങളുടെ ചുവട്ടിലായാലും മഞ്ഞൾ കൃഷി ചെയ്യാവുന്നതാണ്. എവിടെയായാലും മഞ്ഞൾ നന്നായിട്ട് വളരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഞ്ഞൾ കൃഷിക്കായിട്ട് നല്ല മഞ്ഞൾ നോക്കി തിരഞ്ഞെടുക്കുക. ഇതിവിടെ വീട്ടിലുണ്ടായ മഞ്ഞളാണ്. ഇത് വിത്തിനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് മഞ്ഞൾ നടുന്നത് കാണാം. ഇതിനായിട്ട് ആദ്യം മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കണം. അതിനുശേഷം ചെറിയ വാരം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൽ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കിയെടുക്കാം. ഈ കുഴികളിലേക്ക് ഇനി നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് വളവും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചാരമോ ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടോ കോഴിവളോ കമ്പോസ്റ്റോ ഏതായാലും നമുക്ക് കിട്ടാവുന്ന വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാരവും ചാണകവും മിക്സ് ചെയ്തതാണ്. ചാരം എടുക്കുമ്പോൾ വിറക് കത്തിച്ചതോ കരിയില കത്തിച്ചതോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഈ കുഴികളിലേക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ കുഴികളിലും വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വളവും മണ്ണുമായിട്ട് നമുക്കൊന്ന് കൊത്തി ഇളക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാ കുഴികളിലും വളവും മണ്ണായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾ നട്ടു കൊടുക്കാം. ഇതിനായിട്ട് ഓരോ വലിയ കഷ്ണം മഞ്ഞൾ നമുക്ക് കുഴിയിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ കഷ്ണമാണെങ്കിൽ 2 എണ്ണമൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മണ്ണിട്ട് മൂടാവുന്നതാണ്. അതുപോലെ എല്ലാ കുഴികളിലും മഞ്ഞൾ നട്ടു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കരിയില നിറയെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ ഓലയൊക്കെ വെച്ച് കൊടുക്കാം. കാറ്റത്ത് കരിയിലകൾ പറന്നു പോകാതിരിക്കാനും കോഴികൾ ചിക്കി ഇളക്കാതിരിക്കാനും വേണ്ടിയാണ് ഓല ഇതിൻ്റെ മുകളിൽ ഇടുന്നത്. ഇനി നമുക്ക് ഗ്രോ ബാഗിൽ മഞ്ഞൾ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഗ്രോ ബാഗിൽ ആദ്യം കരിയില പകുതി ഭാഗം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ മണ്ണ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വളം മിക്സ് ചെയ്യാം. ചാണകപ്പൊടിയും ചാരവുമാണ് ഞാൻ ഇതിലിട്ട് മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൽ കുഴിയുണ്ടാക്കി 3-4 കഷ്ണം മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുകളിലായിട്ട് കരിയില നിറച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് മുളച്ച് വന്നതിന് ശേഷം വീണ്ടും വളം ചെയ്യാം. 1 മാസത്തിന് ശേഷം നമ്മൾ നട്ട മഞ്ഞൾ ഇതുപോലെ വലുതായി ഇലയൊക്കെ വന്ന് ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വളം മഞ്ഞളിന് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിരുന്ന ഓലയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. അതിന് ശേഷം പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റി എടുക്കാം. ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് വളമായാലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓർഗാനിക് പ്ലസ് ആണ്. ഇത് നമുക്ക് ഓരോ കടയുടെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാത്തിനും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചാരം എടുത്തിട്ടുണ്ട്. ചാരം ഇതുപോലെ തന്നെ ചുറ്റിലുമായിട്ട് ഓരോ കടയുടെ ചുറ്റിലും ഇട്ട് കൊടുക്കാം. മഞ്ഞളിന് ചാരം ഇടുന്നത് വളരെ നല്ലതാണ്. നല്ല പൊട്ടാഷ് അടങ്ങിയ വളമാണ്. ഇപ്പോൾ ഇത് എല്ലാത്തിൻ്റെ കടക്കിലും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ശീമക്കൊന്നയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് നല്ല വളമാണ്. ഞാൻ ഈ ഇലകൾ കൂടി ഇതിന് ചുറ്റും നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇല ഉള്ളവർ ഇട്ട് കൊടുത്താൽ മതി. ഏത് വള കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. ഇതിന് ഏത് വളമായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വളരുന്നതാണ്. അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത കൃഷിയാണ് മഞ്ഞൾ. ഇപ്പോൾ ഞാനിവിടെ നിറയെ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മണ്ണിട്ട് മൂടാം. ഇതിനായി വാരത്തിൻ്റെ സൈഡിൽ നിന്ന് മണ്ണ് കളച്ചിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞളിന് മറ്റ് കൃഷികൾക്ക് ഉണ്ടാകുന്ന പോലെ കീടശല്യമൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ മഞ്ഞൾ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ വാരം മുഴുവനായിട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടി വളം ചെയ്താൽ മതി. ഇനി നമുക്ക് ഗ്രോ ബാഗിൽ നട്ടു കൊടുത്ത മഞ്ഞളിനെ നോക്കാം. നോക്കിയാൽ ഇപ്പോൾ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക്
കുറേശ്ശെ വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലും ഓർഗാനിക് വളം എടുത്തിട്ടുണ്ട്, ചാരവും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ശീമക്കൊന്നയുടെ ഇലയും വെച്ച് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ നട്ടപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കാം. വളർച്ചയ്ക്കനുസരിച്ച് കുറേശ്ശെ മണ്ണും വളവും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഗ്രോ ബാഗിലായതുകൊണ്ട് പുറത്തുനിന്ന് അധികം വളമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഓരോ വളർച്ചയ്ക്കനുസരിച്ച് കുറേശ്ശെ മണ്ണ് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുക. സ്ഥലം ഇല്ലാത്തവർ ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിക്കുക. ഒരു 5-6 ഗ്രോ ബാഗൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വിളവ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.